നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. അങ്ങനെ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. IT കമ്പനീസ് ഇടിവിൽ തന്നെയാണ്. പക്ഷേ ഇന്ന് ഇൻഫോസിസിൻ്റെയും TCSിൻ്റെയും തന്നെ CEOs പറഞ്ഞിരിക്കുന്നത് IT പുതിയ സാധ്യതകൾ തുറന്നു തരും, അല്ലാതെ നിലവിലുള്ള ജോബിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. കൂടാതെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളും പോസിറ്റീവായിരുന്നു. അതുമാത്രമല്ല FIIസും ഇന്നലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടിന്യൂസ് ബയേഴ്സ് ആണ്. FIIസിൻ്റെ ഡീറ്റെയിൽസ് കണ്ടുവരാം. FIIസ് ഇന്നലെ 1154 കോടി രൂപക്ക് ബൈ നടത്തി. അതിന് മുമ്പത്തെ ദിവസം 995 കോടി രൂപക്ക് ബൈ നടത്തി. നെറ്റ് അവരുടെ ആക്ടിവിറ്റി ഈ ഒരു മന്തിൽ 196 കോടി രൂപയുടെ സെല്ല് മാത്രമാണ് ഉള്ളത്. അവർ അപ്പോൾ ബൈങ്ങിലേക്ക് തിരികെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ നാസ്ഡാക്കും ഡോയും പോസ്റ്റിലും അടച്ചു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവ് അടച്ചു. അതിന് മുകളിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവിൽ തന്നെ തുടരുന്നു. ഡോ ഫ്യൂച്ചർ ഈവൻ ട്രേഡ് ചെയ്യുന്നത് പ്ലസ്സിലാണ്. നിഫ്റ്റിയുടെ ക്ലോസിങ് 25,826, നമുക്ക് ഇപ്പോൾ 25,839 ഫ്ലാറ്റ് ഓപ്പണിംഗ് എക്സ്പെക്ട് ചെയ്യാം. ഇനി ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് 4,965, സിൽവർ 76, ബിറ്റ്കോയിൻ 66,000, ബ്രെൻഡോയിൽ 70, നാച്ചുറൽ ഗ്യാസ് 3 എന്ന നിലയിലാണ് ഇപ്പോൾ നിൽപ്പ്. ഇതാണ് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ. ഇൻഫോസിസ്, വിപ്രോ എല്ലാം തന്നെ പോസിറ്റീവിലായിട്ട് ക്ലോസ് ചെയ്തത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ITയുടെ ആ ഒരു ഫിയർ മാറി എന്ന് ഞാൻ മീൻ ചെയ്യുന്നില്ല. പക്ഷേ ഇതുപോലുള്ള കമ്പനീസിൻ്റെ CEOസിൻ്റെ പ്രസ്താവനകളെല്ലാം തന്നെ പോസിറ്റീവാണ് ആസ് ഓഫ് നൗ എന്നുള്ളത് ഈ കുറച്ച് ആശ്വാസം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളിലെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. അതുപോലെ അതിനു മുമ്പ് ഡിമാറ്റ് അക്കൗണ്ട് നിലവിലുള്ള ആളുകളും ഈ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് അപ്പ് സ്റ്റോക്കിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം. FNOയും എല്ലാം തന്നെ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് നമ്മുടെ ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോകാം. ഇതൊരു ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. നേരെ നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുമ്പോൾ ആദ്യം കൊച്ചിൻ ഷിപ്പ്യാർഡാണുള്ളത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഫ്രഞ്ച് ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയായിട്ട് $360 മില്യൺ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. TVS മോട്ടേഴ്സ് ഇന്തോനേഷ്യയിൽ 100,000 യൂണിറ്റ് സെല്ല് ചെയ്തു എന്ന് അറിയിച്ചു. സൈഡസ് ലൈഫ് സയൻസ് കമ്പനി ഇവരുടെ പുതിയ മെഡിസിന് ഫൈനൽ അപ്രൂവ്ഡ് ലഭിച്ചു. NCC കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവർക്ക് ഒരു നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് പുതിയൊരു ഓർഡർ ലഭിച്ചു. പേജ് ഡിജിറ്റെക് കമ്പനി ഇവർക്കും ഒരു $1.35 മില്യൺ ഒരു ഓർഡർ സൗദി അറേബ്യയിൽ നിന്ന് ലഭിച്ചു. BL കാഷപ്പ് ആൻഡ് സൺസ് കമ്പനിക്ക് 300 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ കമ്പനി ഇവർ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. 2000 കോടി രൂപയുടെ FMCG പോർട്ട്ഫോളിയോ വികസിപ്പിക്കുകയാണ്. ഇവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഇവർ വികസിപ്പിക്കുകയാണ്. ഡോക്ടർ റെഡ്ഡി ഇവർ ഒരു US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീനെ അക്യൂർ ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. കാർബൺ സ്റ്റീൽ എഞ്ചിനീയറിംഗ് കമ്പനി ഇവർക്ക് ഒരു പർച്ചേസ് ഓർഡർ ലഭിച്ചു. 51 കോടി രൂപയുടെ പർച്ചേസ് ഓർഡർ ലഭിച്ചു. അദാനി എൻ്റർപ്രൈസസ് കമ്പനി ഇവർ ഓട്ടോമേറ്റഡ് എയർ കാർഗോയായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് സൈൻ ചെയ്തിട്ടുണ്ട്. ഫെഡെക്സ് എന്ന് പറയുന്ന ഒരു കാർഗോ കമ്പനിയായിട്ടും ഈ ഒരു പാർട്ട്ണർഷിപ്പ് സൈൻ ചെയ്തു. DCS സിസ്റ്റം കമ്പനി ഇവർക്ക് 44 മില്യൺ റുപ്പീസിൻ്റെ ഒരു ഓർഡർ ലഭിച്ചു. ഇൻ്റലക്ച്വൽ ഡിസൈൻ അറിയുന്ന കമ്പനി ഒരു ബാങ്കിങ് AI ഫെസിലിറ്റീസ് ഇവർ ലോഞ്ച് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. പേജ് ഡിജിറ്റെക് കമ്പനി അവർക്കൊരു $1.34 മില്യൺ ഒരു ഓർഡർ ലഭിച്ചതായിട്ടാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. അപ്പോൾ നമുക്ക് വൈകിട്ട് 7 മണിക്ക് നമുക്ക് വിശദമായിട്ട് മറ്റുള്ള ന്യൂസുകളൊക്കെ ആയിട്ട് എത്താം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.